ഹലോ. അപ്പൊ കുറച്ചുപേര് എനിക്കൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ ആളുടെ പ്രൊഫൈലിൽ ആ പോസ്റ്റ് എന്തായാലും കാണാനില്ല. ഫൈസൽ മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എന്താ പറയാ ഓണർ ആണെന്ന് തോന്നുന്നു ആള്. ഓക്കെ. അപ്പൊ ആളുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഫീഡ് ഫുള്ളായിട്ടും ഇവരുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നതും ഭയങ്കര സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നതും ആ ഒരു പ്രോഗ്രാമിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെയാണുള്ളത്. ഇവന്റ്സ്, അവിടെ ഉണ്ടായിരുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു പോയി. ഹൗസ് വാമിംഗ് സംതിങ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. അപ്പോ അതിന് നമ്മുടെ ബിഗ് ബോസ്, ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്ന ആദില നൂറ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. ഇവര് മാത്രമല്ല, ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവര് വന്നിട്ട് സ്റ്റേജിൽ കയറുന്നതും ഈ പറയുന്ന ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ നിന്ന് കൈയൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കുന്നവരെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പൊ അതിനുശേഷം കുറച്ച് ആൾക്കാർ ഇവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ സ്വർണ്ണപ്പിടിയിൽ നിന്ന് ഞങ്ങൾ ഇനി സ്വർണം വാങ്ങില്ല, നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് ആദില നൂറേനൊക്കെ ഫംഗ്ഷന് വിളിക്കുന്നത്, പിന്നെ ആനയാണ് ചേനയാണ്. കുറച്ചുപേര്, അത് സ്വാഭാവികമാണ് കേട്ടോ. ഇപ്പം അമ്മയെ തല്ലിയവരെ രണ്ട് പക്ഷം പറയുന്ന ടീമുള്ള നാട്ടില് ഇങ്ങനെയൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഇവരൊരു അപ്പോളജി പോലെ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അതായത് എന്റെ അറിവില്ലായി ഞാൻ അറിയാതെയാണ് ഈ പറയുന്ന ആദിലയും നോറയും ഫംഗ്ഷന് വന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അവരെന്റെ ഫംഗ്ഷൻ, ഞാൻ കണ്ടക്ട് ചെയ്ത എന്റെ ഫംഗ്ഷന് വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും വേണ്ടാത്തവരാണ് അവരെന്നൊക്കെയുള്ള രീതിയിൽ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡിലീറ്റ് ചെയ്തു. അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. നിങ്ങളത് അറിഞ്ഞിട്ടേ ഇല്ല, പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷന് ഒരു അതിഥിയായിട്ട് വന്ന ആൾക്കാരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ എത്ര കാലം പോകും? കൂടിപ്പോയ 2 ദിവസം പോകും. ഇങ്ങനെയാണോ നിങ്ങൾ ഇത്രയും ഒരു മലബാർ ഗോൾഡിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുന്നത്? വെരി 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 ബാഡ്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഫംഗ്ഷന് വന്ന ആൾക്കാരെ ഈ ഒരു രീതിയിൽ ഇൻസൾട്ട് ചെയ്ത് വിട്ടതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അപ്പൊ എന്റെ അഭിപ്രായങ്ങൾ ചോദിച്ച ആൾക്കാരോടാണ്, ഇതാണ് എന്റെ അഭിപ്രായം. താങ്ക് യു.